നമസ്കാരം. കേരളത്തിൽ നിന്ന് വലിയ സംഭവമാണെന്നും പ്രഖ്യാപിച്ച് അങ്ങ് പാർലമെൻറ്റിലേക്ക് പോയ ആളാണ് നമ്മുടെ സുരേഷ് ഗോപി. സുരേഷ് ഗോപി രാജ്യസഭയിൽ ഒരൊറ്റ ദിവസം പോയതേ മൂപ്പർക്ക് ഓർമ്മയുള്ളൂ. അതോടുകൂടി അവിടെ ജോൺ ബ്രിട്ടാസ് ഒന്ന് എഴുന്നേറ്റ് മൂപ്പരെ കൈകാര്യം ചെയ്ത കാഴ്ച നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് സുരേഷ് ഗോപിയുടെ ഇരട്ട മുഖം പറിച്ചു കീറി പുറത്തിട്ട ദിവസം. നരേന്ദ്രമോദി മുതൽ സുരേഷ് ഗോപി വരെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകൾക്ക് കടുത്ത വിമർശന ശരങ്ങൾക്കിരയായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസിനെ എതിരായി വന്ന ഒരു വാർത്തയുടെയും ആ നറേറ്റീവിൻ്റെയും തുടർച്ചയായി ആ പ്രതികാരം തീർത്തതിൻ്റെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ പിന്നിൽ ശോഭാ സുരേന്ദ്രൻ വരെ ഇപ്പോൾ അണിനിരന്നിട്ടുണ്ടാവും. സംഘപരിവാറിൻ്റെ നേതാക്കളൊക്കെ ബ്രിട്ടാസിനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൻ്റെ പ്രതികരണമാണ്, സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് ഇത്. അതിൻ്റെ പിന്നിൽ അണിനിരന്നൊരു സംഘത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് ആദ്യം ഞാനൊരു കഥ പറയാം. കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, കേരളത്തിലൊരു പുതിയ വിഭാഗം സംഘികൾ രൂപം കൊണ്ടിരിക്കുന്നു എന്ന്. മൗസംഘികൾ എന്നാണത്രേ അവർ അറിയപ്പെടുന്നത്. മൗദൂദി സംഘികൾ. സംഘപരിവാറിൻ്റെ പദ്ധതി സംഘപരിവാർ വിരുദ്ധം എന്ന് ഭാവിച്ച് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്തു കൊടുക്കുന്ന സംഘികൾ, മൗദൂദി സംഘികൾ. മൗദൂദിയുടെ പ്രത്യയശാസ്ത്രമാണെന്നാണ് വെപ്പ്. ആ കൊട്ടേഷനെ കുറിച്ച് നമ്മൾ കുറേ ചർച്ച ചെയ്തിട്ടുള്ളതാണ് വേറെ വീഡിയോകളിൽ. അതിൽ പ്രധാനം സംഘപരിവാർ നേരിട്ട് ചെയ്യുന്നത് ഇവർ മറ്റൊരു തരത്തിൽ ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമാണ് ജോൺ ബ്രിട്ടാസ് MP-യുടേത്. കടുത്ത സംഘപരിവാർ വിരുദ്ധൻ. ധർമ്മേന്ദ്ര പ്രധാൻ മുതൽ അമിത്ഷാ വരെ ആ തിരിച്ചടിക്കാൻ നേരിട്ടിറങ്ങാറുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെത്. രാജ്യസഭയിൽ നമ്മൾ കാണാറുണ്ട്. ബ്രിട്ടാസിനെ പൂട്ടാൻ ഇവിടെ ശോഭാ സുരേന്ദ്രൻ വരെ പല വഴികൾ പയറ്റിയതാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് സുരേഷ് ഗോപി അവിടെ പോയിട്ട് പറ്റിയ പറ്റ്. എന്നാൽ ഒരു സിമ്പിൾ ഫേക്ക് ന്യൂസിലൂടെ മൗസംഘികളുടെ പതിവ് പദ്ധതി അവർക്ക് വേണ്ടി മാധ്യമങ്ങളിലൂടെ അപ്ലൈ ചെയ്തു. ബ്രിട്ടാസിനെ പൊളിക്കാനുള്ള പദ്ധതി അത് അപ്ലൈ ചെയ്ത നിലവിലെ സാഹചര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ബ്രിട്ടാസ് സംഖ്യയാണ് എന്നതാണ് ആ നറേറ്റീവിൻ്റെ അടിസ്ഥാനം. BJP നേതാവും മന്ത്രിയുമായ ധർമ്മേന്ദ്ര പ്രധാൻ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന, ഭംഗിയായി നിർവഹിക്കുന്ന പാലമായി പ്രവർത്തിക്കുന്ന ആൾ എന്ന് പറഞ്ഞ കാര്യത്തെ PM ശ്രീക്കുള്ള പാലം എന്ന് ഫേക്കായി റിപ്പോർട്ട് ചെയ്തു. മാധ്യമം പത്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രവും മീഡിയ വൺ ചാനലും മുതൽ മനോരമ വരെ ഈ പാലം എന്ന് നൈസായി മാറ്റിയടിച്ച് ഒരു ഫ്ലോർ ഉണ്ടാക്കിയിട്ടാണ് PMCയോട് ചേർത്ത് വെച്ച് ഫേക്കായി ഉണ്ടാക്കിയത്. സംഘികളും മൗസംഘികളും ഒരുപോലെ അത് ആഘോഷിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ മീഡിയ വൺ വരെ ബ്രിട്ടാസ് തീർന്നതായി പ്രഖ്യാപിച്ചു. സുരേഷ് ഗോപി മുതൽ ദാവൂദ് വരെ മീഡിയ വണ്ണിൽ മുദ്രാവാക്യങ്ങൾ ഒരുപോലെ വിളിച്ചു. ഇത് സുരേഷ് ഗോപിയുടെ ആഘോഷമാണ്. പണ്ട് മുന്ന എന്ന് വിളിച്ച് തൻ്റെ രാഷ്ട്രീയത്തെ പൊതുമധ്യത്തിൽ അനാവരണം ചെയ്തതിലുള്ള പ്രതികാരം. ബ്രിട്ടാസ് രാജ്യസഭയിൽ സുരേഷ് ഗോപിയെ നിരായുധനാക്കിയ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. സംഘപരിവാറിൻ്റെ നെഞ്ചത്തുകൊണ്ട അമ്പിൻ്റെ വേദന ഇന്നും അവിടെ മുഴങ്ങുകയാണ്. മുന്നയാണോ മുസാഫറാണോ എന്ന ചോദ്യം അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. ആര്? സുരേഷ് ഗോപി. അതിൻ്റെ അനുരണനം മീഡിയ വണ്ണിൽ ദാവൂദിൻ്റെ നാവിൽ വരെ തുടരുകയാണ്. ബ്രിട്ടാസിനെ കാത്തിരുന്ന സംഘം. യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മൾ ഒറിജിനൽ പ്രസംഗത്തിലൂടെ കേട്ടതാണ് എന്താണ് നടന്നത് എന്ന്. PMCയുടെ പാലമാണ് എന്നാണോ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് എന്ന്. ഇനി പറഞ്ഞാലും രാഷ്ട്രീയമായി എതിരാളി ഇല്ലാതാക്കാൻ എന്തും പറയുന്ന രാജ്യമാണ് ഇന്ത്യ. കേരളവും കേന്ദ്രവും തമ്മിലുള്ള പദ്ധതികളുടെ പാലം എന്ന് സ്വാഭാവികമായി ഒരു MP-യെ പ്രശംസിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ്. MP-മാർ ചെയ്യേണ്ട പണിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന്. അതിനുശേഷമാണ് PMCയുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകേണ്ട പണം നൽകുന്നില്ല എന്നുള്ള ബ്രിട്ടാസിൻ്റെ വിമർശനത്തെ അദ്ദേഹം കൗണ്ടർ ചെയ്യുന്നത്. എന്തായാലും ഒരു ഫേക്ക് വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒരു മൗസംഘി നറേറ്റീവ്. ബ്രിട്ടാസിനെ കൂടി സംഖ്യയാക്കി സംഖ്യകളുടെ തലവേദന കുറക്കാനുള്ള മൗസംഘി മരുന്ന്. ഇനി രണ്ട് കാര്യങ്ങളാണ് നമ്മളിതിൽ പരിശോധിക്കുന്നത്. ഒന്ന്, ഞാൻ ആദ്യം നമ്മുടെ ബഷീർ വള്ളിക്കുന്നിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ജോൺ ബ്രിട്ടാസിനെ സംഖ്യ എന്ന് വിളിക്കുന്നത്, അയാളെ മുന്ന എന്ന് വിളിച്ച് അപഹസിക്കുന്നത് ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലമാണ്. സ്ഥലകാല ബോധമില്ലായ്മയാണ്. ബ്രിട്ടാസിൻ്റെ പാർലമെൻ്ററി ജീവിതം ഒരു തുറന്ന ഏടാണ്. അയാൾ ഇത്രയും കാലം പാർലമെൻറ്റിൽ ശബ്ദിച്ചത് മുഴുവൻ സംഖ്യകൾക്കെതിരായിട്ടായിരുന്നു. മോദിക്കും അമിത്ഷാക്കുമെതിരെ വിരൽ ചൂണ്ടി അയാൾ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുന്നത് നിരന്തരം നമ്മൾ കാണുന്നതാണ്. നല്ല ഭാഷയിൽ, അത് ഇംഗ്ലീഷ് ആവട്ടെ, ഹിന്ദി ആവട്ടെ, മലയാളമാവട്ടെ, ഒഴുക്കോടെ സംസാരിക്കുന്ന ഒരു പാർലമെൻറ്റേറിയൻ. ഒട്ടും ഭയപ്പെടാതെ, ഒട്ടും കൂസാതെ, ഭയത്തിൻ്റെ അന്തരീക്ഷം എല്ലാവരുടെയും വായ മൂടിക്കെട്ടുന്ന ഒരു കാലത്ത് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ധർമ്മം. അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർലമെൻറ്റേറിയനെ സംഖ്യ എന്ന് വിളിക്കുന്നവർ ചെയ്യുന്നത് കൊടും പാതകമാണ്. PM ശ്രീയിൽ കേരളം ഒപ്പിട്ടതിൻ്റെ ധാർമ്മികത അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ബ്രിട്ടാസ് എന്ന ഒരു MP-യുടെ തീരുമാനമായിരുന്നില്ല, അതൊരു സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു. ആ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ MP-യാണ് അയാൾ. ഒരു സംസ്ഥാന ഭരണകൂടത്തെ കേന്ദ്ര ഭരണവുമായി കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ്
ഒരു MP. അത് അയാളുടെ ബാധ്യതയും ധാർമ്മികതയുമാണ്. കോൺഗ്രസ് സർക്കാരുകളൊക്കെ ഒപ്പിട്ട ആ PMCയിൽ കേരളം ഒപ്പിട്ടത് ശരിയായില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ചെറുത്തുനിൽപ്പിൻ്റെ അവസാന സാധ്യതയും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക തന്നെയായിരുന്നു വേണ്ടത്. ഏതായാലും PMC തീരുമാനം വിവാദമായതിനെ തുടർന്ന് അതിൽ നിന്ന് കേരളം പിന്മാറാനും തീരുമാനിച്ചു. അതും ബ്രിട്ടാസ് എന്നൊരു MP-യുടെ തീരുമാനമായിരുന്നില്ല. അയാൾ ഒരു പാർട്ടി സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർലമെന്റേറിയൻ മാത്രമാണ്. ഒരു സംസ്ഥാനം എടുത്ത തീരുമാനത്തിൻ്റെ മുഴുവൻ ഭാരവും അയാളിൽ അടിച്ചേൽപ്പിച്ച് ഒറ്റതിരിഞ്ഞ് വേട്ടയാടുന്നത് അർത്ഥശൂന്യമാണെന്ന് മാത്രമല്ല അധാർമികവുമാണ്. ഹോളി നടക്കുന്ന കാലത്ത് UP-യിൽ മുസ്ലിം പള്ളികൾ കവർ ചെയ്ത് മൂടേണ്ട ഗതികേടുണ്ടാക്കിയത് നിങ്ങളുടെ ഭരണമാണെന്ന് ട്രഷറി ബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞ ഒരാളെ, ഔർ റാം ഈസ് ഗാന്ധീസ് റാം ആൻഡ് യുവർ റാം ഈസ് നാഥു റാം എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരാളെ, വിവിധ മതങ്ങൾക്കിടയിലെ ദൈവങ്ങളെപ്പോലും വേർതിരിച്ച് കാണും വിധം വഖഫ് സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ മാത്രം ബില്ല് കൊണ്ടുവന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് തികഞ്ഞ വിവേചനമാണെന്ന് ചൂണ്ടിക്കാണിച്ച ഒരാളെ, മണിപ്പൂരിലെ ക്രിസ്തീയ സമൂഹം നേരിടുന്ന കൊടിയ അതിക്രമങ്ങളെ അക്കമിട്ട് നിരത്തി സംസാരിച്ച ഒരാളെ, തൊഴിലാളി കരിനിയമങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഡൗൺ വിത്ത് മോഡി രാജ് എന്ന് പാർലമെന്റിൽ ഉറക്കെ വിളിച്ച ഒരാളെ, അങ്ങനെ കിട്ടിയ അവസരങ്ങളിലൊക്കെ സംഘപരിവാറിന്റെ നയങ്ങൾക്കെതിരെ ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടേയിരുന്ന ഒരാളെ, ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളെ സംഘിയെന്ന് മുന്നേ എന്ന് വിളിച്ചാക്ഷേപിക്കുന്നത് വഴി രതിമൂർച്ച കിട്ടുന്നവരുണ്ടെങ്കിൽ അതവർ ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഭയത്തിൻ്റെ മൂടുപടത്തിൽ ഒരു രാജ്യം വിറങ്ങലിച്ച് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഉയരുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളെപ്പോലും ദുർബലപ്പെടുത്താനേ അത്തരം രതിമൂർച്ചകൾ ഉപകാരപ്പെടൂ എന്ന് ബഷീർ വള്ളിക്കുന്ന് പ്രസക്തമായി ഈ സാഹചര്യത്തെ മൗസംഖികളുടെ ജോൺ ബ്രിട്ടാസ് വേട്ടയെക്കുറിച്ച് വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇതേസമയം ബ്രിട്ടാസിൻ്റെ ഒരു പ്രതികരണം കൂടി നമുക്കുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് കടക്കാം. അദ്ദേഹം പറയുന്നു, ഭഗീരഥം പിള്ളയെ ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസ്. ലീഗ് നേതാക്കൾ സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം കേരളത്തിന് കിട്ടാനുള്ള തുക നേടിയെടുക്കുന്നതിന് കേന്ദ്രമന്ത്രിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളുടെ പ്രതികരണം ശ്രദ്ധിച്ചപ്പോൾ ചിരിയാണ് വന്നത്. ചിരിപ്പിച്ച് ഹലാക്കിലാക്കല്ലേ എന്നാണ് ഇരു പാർട്ടികളുടെയും നേതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഫാസിസ്റ്റ് ശക്തിയെ നേരിടാൻ ഡൽഹിയിലേക്ക് പോയ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി നരേന്ദ്രമോദിയുടെ അനുഗ്രഹം വാങ്ങി കേരളത്തിലേക്ക് തിരിച്ചുപോയതാണ് നാം കണ്ടത്. BJP നേതാക്കളായ രാജീവ് ചന്ദ്രശേഖറിനെയും V മുരളീധരനെയും കേരളത്തിൻ്റെ അംബാസിഡർമാർ എന്ന് പാർലമെന്റിൽ വിശേഷിപ്പിച്ചവരാണ് നമ്മുടെ ലീഗ് നേതാക്കൾ. ചന്ദ്രികക്കെതിരായ ED അന്വേഷണം എങ്ങനെയാണ് ആവിയായി പോയത്? ചന്ദ്രികക്കെതിരായ അന്വേഷണം മുൻ അധ്യക്ഷൻ ഹൈദരാലി ശിഹാബ് തങ്ങളുടെ ആരോഗ്യം തകർത്തു എന്ന് പറഞ്ഞത് ലീഗ് നേതാക്കളാണ്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഒന്നിച്ചെതിർത്ത മുത്തലാഖ് ബില്ലിൽ ചർച്ച പാർലമെന്റിൽ വന്നപ്പോൾ മുസ്ലിം ലീഗ് പ്രതിനിധികൾ മുങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്കറിയാം. ഇനി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ BJPയുമായും RSSുമായും സന്ധി ചെയ്തും വർഗീയതയിൽ അവരുമായി മത്സരിച്ചും കോൺഗ്രസിനെ ഈ പരുവത്തിലാക്കിയതിൽ പ്രധാന പങ്ക് അദ്ദേഹത്തിനുണ്ടെന്ന് സമ്മതിക്കാത്തവരില്ല. BJPയോട് നേരിട്ട് പൊരുതുന്നവരെന്ന് അവകാശപ്പെടുന്ന ഗാന്ധി കുടുംബത്തിലെ ഒരംഗത്തെ വയനാട്ടിൽ മത്സരിപ്പിച്ച് ലോക്സഭയിൽ എത്തിച്ചതിന് പിന്നിലും ഈ വേണുഗോപാലാണ്. അദ്ദേഹം ചെയ്തതോ, രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസ് പ്രതിനിധിയായി രാജ്യസഭയിലെത്തിയ അദ്ദേഹം കാലാവധി തീരാൻ 2 വർഷമുള്ളപ്പോൾ രാജിവെച്ച് ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. രാജസ്ഥാനിലെ സീറ്റ് BJPക്ക് കൊടുത്തു. അവിടെ നിന്ന് ജയിച്ച BJPക്കാരൻ കേന്ദ്രമന്ത്രിയായി. നരേന്ദ്രമോദിയെ പിറകെ നടന്ന് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. ഇങ്ങനെ കോൺഗ്രസിൻ്റെ അപജയത്തിൻ്റെ ആഴം എവിടെയാണ്? മോദി സ്തുതി ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെട്ട കാര്യമല്ല. ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ പണിത ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രി പോയപ്പോൾ കോൺഗ്രസ്സുകാർ മത്സരിച്ച് പുകഴ്ത്തുകയായിരുന്നു. അവിടെ പോകാൻ കഴിയാത്ത നേതാക്കൾ ഇഷ്ടികകളും മറ്റ് സാധനങ്ങളും അയച്ചുകൊടുത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഞങ്ങൾ ബാബറി മസ്ജിദ് തകർക്കാൻ സൗകര്യം ചെയ്തു തന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അവിടെ ക്ഷേത്രം പണിയാൻ കഴിഞ്ഞത് എന്ന് BJPക്കാരോട് പരസ്യമായി ചോദിക്കുന്ന കോൺഗ്രസ്സുകാർ പാർലമെന്റിലുണ്ട്. ഇവരൊക്കെയാണ് ഇപ്പോൾ മതനിരപേക്ഷതയുടെ ക്ലാസുമായി വരുന്നത്. മീശ മാധവൻ സിനിമയിൽ തൂക്കുമായി തന്നെ അടിക്കാൻ നിൽക്കുന്ന പട്ടാളം പുരുഷു എന്ന കഥാപാത്രത്തിന് മുന്നിൽ ഇഴഞ്ഞു ചെന്ന് ജഗതി ശ്രീകുമാറിൻ്റെ കഥാപാത്രം ഭഗീരഥൻ പിള്ള പറയുന്ന ഡയലോഗുണ്ട്, പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന്. ഈ ഡയലോഗാണ് കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും ഫാസിസ്റ്റ് വിരുദ്ധ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ ഓർമ്മ വന്നത്. സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ കേരളത്തിന് കിട്ടാനുള്ള തുക കിട്ടാനാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടത്. ഇനിയും കാണും. കേരളത്തിൻ്റെ അവകാശങ്ങളും ആവശ്യങ്ങളും നേടാൻ പരിശ്രമിക്കുക എന്നത് കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്ന MP-യുടെ പ്രധാന കടമയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും പുതിയ വിദ്യാഭ്യാസ നയവും അതിൻ്റെ ഭാഗമായ PMCയും അംഗീകരിച്ചു. അവരെ കൊണ്ട് ആ നിലപാടെടുപ്പിക്കുന്നതിൽ പ്രധാന റോൾ വഹിച്ചത് KC വേണുഗോപാലാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെയുള്ള BJP മന്ത്രിമാർ അടിവരയിട്ട് പറയുന്നതാണല്ലോ. ഇതൊക്കെയാണ് വസ്തുത. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള നുണപ്രചരണം കൊണ്ടൊന്നും സത്യം മറച്ചുവെക്കാനാവില്ല എന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. ബഷീർ വള്ളിക്കുന്ന് പറഞ്ഞതുപോലെ ഡൗൺ വിത്ത് മോഡി രാജ് എന്നും നിങ്ങളുടെ രാമൻ നാഥുറാമിൻ്റെ രാമനാണെന്നും ഉറക്കെ പറഞ്ഞ് ഇന്ത്യ മുന്നണിക്ക് തന്നെയുള്ള മുദ്രാവാക്യങ്ങൾ വഴി കാണിച്ച ആദ്യത്തെ നേതാവാണ് ബ്രിട്ടാസ്.
MP ആയ തുടക്കകാലം മുതൽ ബ്രിട്ടാസിനോട് മാധ്യമരംഗത്ത് നിന്ന് തന്നെ ഉണ്ടായ വലിയ പകയും അതിൻ്റെ ലാഞ്ചനകളുള്ള വാർത്തകളും ഫേക്ക് ന്യൂസുകളും ചില ചാനലുകളിൽ നിറഞ്ഞു നിന്നതാണ്. പിന്നീട് അവഗണിക്കാനാകാത്ത കരുത്ത് അദ്ദേഹം തൻ്റെ പ്രകടനത്തിലൂടെ തെളിയിച്ചു. പൊതുസമൂഹം അത് അംഗീകരിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പോലും മലയാളത്തിലെ ചാനലുകൾ ചെറിയ ബൈറ്റായിട്ടാണെങ്കിലും കൊടുക്കാൻ തയ്യാറായത്. അതും സംഘപരിവാർ വിരുദ്ധ നിലപാടിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. ഒടുവിൽ സുരേഷ് ഗോപിയുടെ തനിനിറം വെളിപ്പെടുത്തിയ മുന്ന എന്ന എമ്പുരാനിലെ പ്രയോഗം കൂടിയായപ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപിക്കും സംഘപരിവാർ കേന്ദ്രങ്ങൾക്കും ഇരിക്കപ്പുറതിയില്ലാതായി. അവർ ശോഭാ സുരേന്ദ്രനെ വരെ ഇറക്കി പള്ളു വിളിപ്പിച്ചു. ഏറ്റില്ല. അതേസമയം ഇതിലെല്ലാം വേദനിച്ച് എല്ലാം ഉള്ളിലടക്കി മൗസംഖികളടങ്ങുന്ന കൂട്ടവും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ കലിപ്പിൻ്റെ പുറപ്പെടലാണ് ഒരു വ്യാജ വാർത്തയിലൂടെ ഇപ്പോൾ നമ്മൾ കണ്ടത്. വാർത്ത ഫേക്ക് ന്യൂസ് ആയി നൽകിക്കഴിഞ്ഞ് നമ്മൾ വിശകലനം നടത്തും. മൗസംഖികളുടെ നറേറ്റീവുകൾക്കായി എഡിറ്റോറിയൽ ചർച്ചകൾ നടത്തും. അതിൻ്റെ ഒടുവിലത്തെ ആയുധമാണ് ബ്രിട്ടാസ്. 2023 ജനുവരി 14 RSS ജമായത്തെ ഇസ്ലാമി രഹസ്യ ചർച്ചയും പിന്നീട് പരസ്യമായതിനു ശേഷം പുറത്തു വന്ന വിവരങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തുടർ ചർച്ചകളും അജണ്ടകളും പൊതുമധ്യത്തിൽ സംശയകരമായി വന്നു. ആ പദ്ധതി വിശദീകരിക്കപ്പെടാൻ കഴിയാത്ത നിലയിൽ ഈ സംഘങ്ങൾക്ക് ഇരുവർക്കുമിടയിൽ നിന്നും ബ്രിട്ടാസിനെ പോലൊരാളെ സംഖ്യയാക്കുമ്പോൾ അത് കടുത്ത നിലയിൽ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. കേരളത്തിലെ OWൈസിമാരുടെ പദ്ധതി 2031 വരെ മൗസംഖികൾ UDFനൊപ്പം നിൽക്കുമത്രേ. അങ്ങനെ സഖ്യമുന്നണിയെ അധികാരത്തിലെത്തിക്കുക, അങ്ങനെ സ്വയം കരുത്തരാവുക. അതുവഴി അത് കഴിഞ്ഞ് 2036 സഖ്യമുന്നണിയെ ഉപേക്ഷിച്ച് സ്വതന്ത്രരാവുക. പിന്നീട് ഉവൈസിയുടെ പണിയെടുക്കുക. അപ്പോൾ സംഘപരിവാരത്തിൻ്റെ പ്രാതിനിധ്യങ്ങളെ ഇവിടെ പ്രതിപക്ഷ പാർട്ടിയെങ്കിലും ആക്കാമെന്നുള്ള പദ്ധതി. ജനാധിപത്യ പാർട്ടികൾക്കൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളെ BJP വിരുദ്ധ ചേരിയിൽ നിന്ന് ഭിന്നിപ്പിക്കുക. അങ്ങനെ സംഘപരിവാരത്തെ പ്രതിപക്ഷത്തേക്കെങ്കിലും എത്തിക്കുക. പിന്നീട് അവർ അവരുടെ പണിയെടുത്തോളുമല്ലോ. അതിൻ്റെ മുന്നോടിയായി സംഘപരിവാർ വിരുദ്ധരെ നിർവീര്യമാക്കുന്ന ദൗത്യമാണ് മൗസംഖികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും വ്യത്യാസങ്ങളില്ല. ഉള്ളിൽ ലേശം സംഘിവിരുദ്ധരോട് അടങ്ങാത്ത കലിപ്പ് അത്രയും യോഗ്യത മറി. മൗസംഖികളുടെ യുദ്ധം കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.